ഇല്ല, സാറിനെ കണ്ടു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ വിളിക്കാം കേട്ടോ. ശരി. സാറേ എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ കേസ് ഒന്ന് ഏറ്റെടുക്കണം. അല്ല, അയാള് കാണിച്ചത് തെറ്റല്ലേ? അതെ. എന്ത് ചെയ്യാൻ, മകനായി പോയില്ല സാറേ. ചെറുപ്പത്തിൽ വേണ്ട രീതിയിൽ വളർത്തിയില്ല, അതിൻ്റെ ദോഷാപ്പത്. വളർത്തു ദോഷമാണ്. കുട്ടികൾ വളർന്ന് വലുതായി ഒരു കാര്യപ്രാപ്തി എത്തുമ്പോൾ അവർക്കൊരു വകതിരിവില്ല എന്ന് പറയും. അപ്പൊ അത് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കില്ല. എന്നാ അപ്പൊ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിലും അവരുടെ കാര്യങ്ങൾ ഇപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ആ രീതിയിൽ കുട്ടികളോട് അവരെ ഉപദേശിക്കാനുള്ള ഒരു മനസ്സൊക്കെ കാണിച്ചാൽ മതി. മൊബൈൽ എടുത്തോട്ടെ, മൊബൈൽ എന്ന് പറഞ്ഞ ജീവനാവനെ മൊബൈലോട്ട്. ഇനിയിപ്പോ പറഞ്ഞ നേരം കൊണ്ട് അതെല്ലാം കംപ്ലീറ്റ് ഓപ്ഷൻസ് ഒക്കെ പഠിച്ചതൊക്കെ ഇപ്പൊ കാണിച്ചു തരും. പോട്ടെ. ചാച്ച എന്താ പറഞ്ഞേ? കാര്യമില്ല കേട്ടോ. എന്താ ചെയ്യാ? ഇല്ലടാ എന്തേ ഇത് നിങ്ങളുടെ ആരുടെ പോണത്? അയ്യോ, അതെന്റെ പോണ. 2 കഷ്ണാക്കി. രണ്ടാക്കിയോ? അമ്പടാ, അത് ശരി. ശീതള എന്റെ മുമ്പെന്നല്ലേ ഇത് മേടിച്ചിട്ട് പോയത്? അത് കുട്ടിയല്ല ചാറിന് അറിയില്ലല്ലോ. ആ കുഴപ്പമില്ല, അങ്ങനെ പ്രസ് ചെയ്താൽ മതി. കറുത്തൊന്നും ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ശരിയാണ്. പോയി കഴിച്ചോ കേട്ടാ. അപ്പൊ നിങ്ങൾ കാര്യം പറ സാറേ. എൻ്റെ മകൻ പ്യാരിജാതൻ, അവൻ സാറിൻ്റെ ഇവനെ പോലെ തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ നല്ല പിടിവാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിക്കുന്നത് മുഴുവൻ ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തു. എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അവന് അപ്പം വേണം. ഇനി അത് കിട്ടിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കരയും. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. സത്യത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് കലാശിച്ചത് ചെറുപ്പത്തിൽ വളർത്തിയിട്ടുള്ളതിൻ്റെ ദോഷമെന്ന് ഞാൻ ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. ഒരു ദിവസം അവനും അവൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ പാടെ കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ മേശയുടെ ഒരു മൂലയിൽ വന്നിട്ട് അവൻ്റെ തലയിടിച്ചു. അപ്പോൾ തലയിടിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കരയുമല്ലോ. അങ്ങനെ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യും പിടിച്ചു പോയി മേശയുടെ മുകളിലൊരു 4 അടി കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എൻ്റെ കുട്ടിയെ കരയിപ്പിക്കുമോ എന്ന് ചോദിച്ചു. മേശ വന്ന് ഇവൻ്റെ തലക്കിടിച്ചതല്ലല്ലോ, ഇവൻ മേശയിൽ പോയി ഇടിച്ചതല്ലേ. എന്നിട്ട് ഞാൻ മേശയെ ശിക്ഷിച്ചപ്പോൾ ഇവന് സന്തോഷമായി. അപ്പം എന്തു വന്നു, ഇവൻ തെറ്റ് ചെയ്താലും വേറൊരാൾ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഇവനിൽ സന്തോഷം ഉണ്ടാക്കുകയാണ്. നമ്മൾ കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത വലിയ ഒരു തെറ്റാണ് ഞാൻ അന്ന് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ചെയ്തതൊക്കെ കുഴപ്പമാണ്. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്താ അച്ഛന് സമാധാനം ഒന്നും പറയാം? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ കയ്യിലില്ല. ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെ? അച്ഛൻ തരുവോ തരൂല? എനിക്ക് അതറിഞ്ഞാ മതി. അപ്പൊ ഞാൻ പറഞ്ഞോളാം, ഞാൻ തരില്ല. 50,000 രൂപയല്ലേ എന്റെ കയ്യിലതില്ല. 50,000 രൂപയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആരോട് ചോദിക്കും? ഇപ്പൊ എനിക്ക് തരാൻ സൗകര്യമില്ലടാ. ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നു കിട്ടണം. ഇല്ല എന്ന് പറഞ്ഞ കയ്യിലില്ല, അതുകൊണ്ട് കേടാ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞില്ലേ? 100ഉം 10ഉം ഒന്നുമില്ലല്ലോ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആർക്കും കൊടുക്കാനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അച്ഛനാ നോക്കൂല, പൈസ തന്നു തരൂലേ? കാണിച്ചു ഞാൻ തല്ലി പൈസ തന്നു. ഞാൻ കാണിച്ചു അതെ താക്കോലേ
ചേട്ടാ എഴുതിക്കോ. ആ ആഗ്രഹിച്ച പെണ്ണിനെ സ്വന്തമാക്കാൻ പറ്റാത്തതിൻ്റെ മനോവിഷമത്താൽ ആ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് നാട് വിടുന്നതിനായി സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നും 50,000 രൂപ ആവശ്യപ്പെട്ടു. അച്ഛനത് കൊടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ സ്വന്തം കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. നാളായിട്ട് എഴുതുകയില്ല രാഘവട്ടെ. ഒരു അല്ല, കാര്യം പറഞ്ഞാൽ സ്പീഡ് എനിക്ക് അത്ര ഇതില്ല, സ്പീഡില്ല എഴുതിന്. 40 വർഷമായിട്ട് എഴുതുകയില്ലേ? ആ, ഇനി സ്പീഡ് വന്നില്ല. ഇനി ഒരു മാസം കൂടെ ഉള്ളു പെൻഷൻ ആവാൻ. ആ അത്രേ ഉള്ളൂ. അപ്പോഴും സ്പീഡ് വന്നിട്ട് കാര്യമില്ല. വീട്ടിൽ ഇരുന്ന് പിന്നെ എഴുതേണ്ടി വരും. അത് എഴുതി തീർക്ക്. ആ മോനെ, കഷ്ടമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കാര്യം. ആണുങ്ങളുടെ വില കളയാനായിട്ട് പ്രേമമാണ് മണ്ണാങ്കട്ടയാണെന്നും പറഞ്ഞ് കണ്ട പെമ്പിള്ളേരെ പുറകെ നടന്നിട്ട്, എടാ ഈ പ്രേമം എന്ന് പറയണത് ഒരാളിന് അങ്ങോട്ട് തോന്നിയാൽ പോരാ, ആ പെണ്ണിന് ഇങ്ങോട്ടും കൂടെ തോന്നണ്ടേ. അവൾ പെട്രോൾ ഒഴിച്ച് നിന്നെ കത്തിക്കാൻ വന്നാ ഇല്ലല്ലോ. ഇത് അങ്ങ് പെട്രോൾ എടുക്കുക, കത്തിക്കുക. ഞാൻ പറയണമെങ്കിൽ നിങ്ങളെ വളർത്തു ദോഷം എന്നേ പറയുള്ളൂ. നിങ്ങളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. ഒരെണ്ണം ഉള്ളുവെങ്കിൽ ഓലയ്ക്കൊക്കെ അടിക്കേണ്ട സമയത്ത് ഓലയ്ക്കൊക്കെ അടിച്ച് തന്നെ വളർത്തണം. അതിന് തലയ്ക്കാണെങ്കിൽ തലയ്ക്ക് അടിക്കുക, നടുവിനാണെങ്കിൽ നടുവിനടിക്കുക, കാലിനാണെങ്കിൽ കാലിനടിക്കുക, അടിക്കി ഒടിച്ച് വീട്ടിൽ ഇടുക, തിന്നാൻ വല്ലതും കൊടുക്കുക, അവിടെ കിടക്കട്ടെന്നേ. നമുക്ക് ഇതുപോലെ മാനക്കേടും മാനസിക വിഷമമൊന്നും അനുഭവിക്കേണ്ടി വരില്ലല്ലോ. ഇതെങ്ങനെ ഒരെണ്ണേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തള്ള പറയും, അയ്യോ ഒന്നും അവൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറയില്ലേ, അവന് വിഷമമാവും. അത് കേൾക്കുമ്പോൾ തന്നെ തന്ത പിന്നെ മിണ്ടാതങ്ങിരിക്കും. ഉള്ള പൈസയ്ക്ക് പൈസ വെച്ച് അത് കൊടുക്കും, വണ്ടിക്ക് വണ്ടി വേണമെന്ന് വണ്ടി വാങ്ങിച്ചു കൊടുക്കും, ഫോൺ വാങ്ങിച്ചു കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. പിന്നെ അവൻ വിചാരിക്കും അവനാണ് ഇവിടുത്തെ രാജാവ്. അങ്ങ് ഇറങ്ങുകയല്ലേ. പിന്നെ നിന്റെ നല്ല സമയത്തിന് ആ പെൺകുട്ടി തട്ടിപ്പോയില്ല, ഇല്ലെങ്കിൽ അകത്ത് കിടന്ന് ഉണ്ട തിന്നായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞിട്ട് വധശ്രമത്തിന് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് നല്ല വല്ല വക്കീലിനെയും കണ്ടു വെച്ചോളി. കുറച്ചു നാൾ കോടതിയൊക്കെ കയറി ഇറങ്ങാം. സാറേ, കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. അവരെ സ്നേഹിക്കണം, അങ്ങേയറ്റം സ്നേഹിക്കണം. പക്ഷേ ശിക്ഷിക്കേണ്ട ചില സമയങ്ങളിൽ നിർബന്ധമായിട്ട് ശിക്ഷിക്കണം. തെറ്റ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരടി കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ചെയ്യണം. അതല്ലാതെ അവർ പറയുന്നത് മുഴുവൻ നമ്മൾ സാധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അവർ ബുദ്ധിമുട്ടും. അതും നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ എൻ്റെ അവസ്ഥ അതാ. സാറേ, അപ്പോൾ എൻ്റെ കേസിൻ്റെ കാര്യം ഞാനൊന്ന് പഠിക്കട്ടെ. ഓ കേട്ടോ. എന്നാ വലിയ ഉപകാരം. Marimaya.